നിനക്ക് വല്ല ഡയലോഗ് പ്രശ്നം ഉണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം എന്നിന് അവളും പറഞ്ഞിട്ട് രൂക്ഷി എന്നാ കിരീടം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണാൻ ലിന്നാണ്. അവൾക്ക് നല്ല ദേഷ്യം വരും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരൊക്കെ ലാബിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവിടെ വെച്ച് ആ പരസ്യം ഷൂട്ട് ചെയ്യും. അപ്പോഴാണ് ഡയറക്ടർ ലിന്റെ ആക്ടിങ് കണ്ടിട്ട് മോളെ അധികം ചിരിച്ച് കൊളവാക്കണ്ട, നിങ്ങളൊക്കെ ഒരു സ്റ്റുഡന്റ്, അതുകൊണ്ട് സിനിമാ നടിയെ പോലും ആക്ട് ചെയ്യണ്ട. ഞാൻ മോളെ കുറ്റം പറഞ്ഞല്ല, പക്ഷെ ഒരു സ്റ്റുഡന്റിനെ പോലെ ആക്ട് ചെയ്യും എന്നിട്ട് ഡയറക്ടർ പറയുമ്പോഴാണ് അവളും സോറി സാർ, ഞാൻ കുറച്ച് ടെൻഷൻ ആയിപ്പോയി അതുകൊണ്ട് എന്നിട്ട് അവളും പറഞ്ഞിട്ട് വീണ്ടും ആക്ട് ചെയ്യുമ്പോഴാണ് വീണ്ടും അവളുടെ ചിരിയായിരിക്കും പ്രശ്നമായിട്ട് വരുന്നത്. മതി മോളെ ഇങ്ങനെ ഒത്തിരിയും ചിരിക്കണ്ട, റിലാക്സ്, ഒന്നും കൂടെ ആക്ട് ചെയ്തേ. പോരാ പോരാ, കട്ട്, ചിരി ശരിയായില്ല മോളെ, ചിരി ശരിയായില്ല. നിന്നെ വീണ്ടും വീണ്ടും അവളെ ചിരിപ്പിച്ച് ഇദ്ദേഹം ഇവിടെ മുടിഞ്ഞു പോകും. ശരി മോളെ, നിന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നിന്നെ ഡയറക്ടർ പറയുമ്പോഴാണ് അതേസമയം ഷൗമിയാണ് ഇതേപോലെ ചിരിക്കുന്നറിഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതുകൊണ്ട് രൂഷിക്കാണ് ചെയ്തു തരും. അപ്പോഴാണ് ഡയറക്ടർ അവളെ കണ്ടിട്ട് മോളെ നീ ഒന്ന് അടുത്തേക്കൊന്ന്, നിന്റെ ചിരി കൊള്ളായിരുന്നു കേട്ടോ, പറ്റുമെങ്കിൽ അവൾക്ക് അതൊന്ന് കാണിച്ചു തരാം. നിന്നെ ഇയാളും പറയുമ്പം അവളാണ് ലിന്നെ നോക്കും. അതോടെ അവൾ ഓക്കെ പറഞ്ഞ ഉടനെ ഷൗമി അവൾക്ക് വരെ ആക്ട് ചെയ്ത് കാണിക്കും. ഇത് കണ്ട് ഡയറക്ടർ സന്തോഷത്തി ഓ ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചത്, കണ്ടില്ലേ ഇതേപോലെ ചിരി നാച്ചുറൽ ആയിരിക്കണം, അത് കാണുന്ന നമ്മളും സന്തോഷപ്പെടണം മോളെ. പക്ഷെ മോളെ നീ നല്ലോണം ചിരിക്കുന്നുണ്ട്, എനിക്ക് നിന്നെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നിന്നേക്കാളും ഈ ചാർക്കൻ നല്ല ടാലന്റ് ഉണ്ട് എന്നിനെ ഡയറക്ടർ പറയുമ്പോഴാണ് അവളും ഓ അതൊന്നും കുഴപ്പമില്ല സാർ, ഇവൻ പക്ക ആക്ടർ അല്ലേ, നമ്മളെ കൊണ്ടൊക്കെ പിടിച്ചിരിക്കാൻ പറ്റുമോ എന്നിന് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന യുവാന്റെ കൂട്ടുകാരിയാണ് രൂക്ഷിയും ഷൗമിയും തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ടെന്ന് അറിയും. പക്ഷെ ഇത് പറയുന്ന യുവാനോടാ, അതുകൊണ്ട് അവനെ നല്ലോണം വിഷമാവും. അതിനുശേഷം ഡയറക്ടർ രൂക്ഷിയോട് ഇവൻ ആക്ടിങ് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം വലിയ സീൻ കിട്ടുവാണെങ്കിൽ ഇവന് വിളിക്കാന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ലിയാണ് അടുത്തേക്ക് വന്നിട്ട് ഡയറക്ടർ സാർ എനിക്കും ആക്ടിങ് താല്പര്യമുണ്ട് എന്നിന് ഓരോരുത്തരും വന്ന് ഡയറക്ടറിനോട് കെഞ്ചിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവർക്കെല്ലാം ബ്രേക്ക് വിടുമ്പോഴാണ് രൂക്ഷയാണ് ഷൗമിയുടെ അടുത്തേക്ക് വന്നിട്ട് ഓ ഷൗമി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ചുമ്മാ അതല്ല ഞാൻ നിനക്ക് ഓസ്കാർ അവാർഡ് തന്ന്, നീ നല്ലോണം ആക്ട് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി അതിന്റെ ഫോണിലേക്ക് വാങ്ങിച്ചിട്ട് തരാം എന്നിന് അവനും പറയുമ്പോഴാണ് ഇവളാണ് ഡയറക്ടറിനെ വരെ ശല്യപ്പെടുത്തുന്നതെന്ന് അവനെ തടഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവിടെയൊക്കെ ഒന്ന് ലിന്നാണ് ഇത് കണ്ട് ജലസാകും. അതേസമയം ഷൗമിയുടെ ഇന്ന് ഒരു ഗ്ലാസ് തറയിൽ നിന്ന് പൊട്ടുമ്പോഴാണ് രൂക്ഷയാണ് അത് എടുക്കാൻ പോകണമെന്ന് പറയും. പക്ഷെ ലിന്നാണ് മനഃപൂർവ്വം എടുത്ത് അവളുടെ കയ്യിലേക്ക് മുറിവേൽപ്പിക്കും, കാരണം എന്നാലേ രൂക്ഷി അവളോട് കെയർ ചെയ്യത്തുള്ളന്ന്. പക്ഷെ അവനാണ് ഷൗമിയുടെ അടുത്തായിരിക്കും സ്നേഹം കാണിക്കുന്നത്. ഷൗമി ഞാൻ അങ്ങോട്ട് മാറിക്ക്, അവിടെ ഗ്ലാസ് ഇരിപ്പുണ്ട് എന്നിന് അവൻ പറയുന്നിട്ട് ഇവൾക്കാണ് വിഷം വരും. അപ്പോഴാണ് അവിടേക്ക് യുവാനാണ്, അവൻ ആ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്ത് ഇവരെ സഹായിക്കും. അപ്പോഴാണ് ഷൗമിയും അവൾ പേടിച്ച് ഓയിൽമെന്റ് വാങ്ങിച്ചോണ്ടാരെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ രൂക്ഷിയും പുറകെ പോകുന്ന നോക്കുമ്പോഴാണ് ലിന്നാനെ അവൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇവരുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയും. അതിനുശേഷം ഇവരെടുത്ത പരസ്യത്തിന്റെ വീഡിയോ അവർ ക്ലാസ് ഇട്ട് കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പിള്ളേരെല്ലാരും കൂടെ രൂക്ഷി ലിന്നായിട്ട് ഭയങ്കര റൊമാൻസ് ചെയ്യാന്ന് പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. ഇത് കേൾക്കുന്ന ഷൗമിയാണ് വിഷമിച്ചിരിക്കുമ്പം ലിന്നാണ് ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം അവൾ ആഗ്രഹിച്ച ഇവരൊക്കെ ഇങ്ങനെ പരിദോഷം പറയണമെന്ന്. അപ്പോഴാണ് അവിടേക്ക് രൂക്ഷയാണ് ഷൗമി വിഷമിച്ചിരിക്കുന്നിട്ട് ജിന്നോട് ചെന്ന് ഇവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. അതോടെ ജിന്നാണ് അവരോടൊക്കെ ഗൈസ് ഇതൊക്കെ ഒരു ആക്ടിങ്ങാ, രൂക്ഷി നല്ലോണം ആക്ട് ചെയ്ത്, ഇപ്പൊ ഒരു മതിലിന്റെ അടുത്ത് ഫ്രണ്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞാലും അവൻ ഇതേപോലെ ആയിരിക്കും ആക്ട് ചെയ്യുന്നത് എന്നിന് അവൻ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയതോടെ ഷൗമിയാണ് ദേഷ്യത്തിൽ പുറത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ ഇത് കണ്ട് അവന് പുറകെ ചെല്ലുമ്പോഴാണ് അവളാണ് ബോധമില്ലാതെ ചൂടുവെള്ളം അവളുടെ കൈക്കകത്തങ്ങ് ഒഴിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവന് വിഷമിച്ച് ഷൗമി എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു, ഒരു ആക്ടറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളത് റിയാലിറ്റി പോലെ ഫീൽ ചെയ്യിപ്പിക്കണം എന്നിന് അവൻ അവളെ സമ്മാനപ്പെടുത്താൻ നോക്കും. അങ്ങനെ അവളും ചെറുതായിട്ട് ആശ്വാസമായി വരുമ്പോഴാണ് ഇവനാണ് ഇവളുടെ കൂടെ ആക്ട് ചെയ്ത ആ വീഡിയോ എടുത്താൻ കാണിക്കും. ഓ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഡയറക്ടറിന്റെ അടുത്ത് ഈ സാധനം വാങ്ങിച്ച, എനിക്ക് ഈ ഓസ്കാർ അവാർഡ് കിട്ടുന്ന ഈ ഹീറോയിന്റെ കൂടെ മാത്രം ആക്ട് ചെയ്താൽ മതി, എനിക്ക് ആ ചാൻസ് കിട്ടുമോ എന്തോ എന്നിന് അവൻ അവളെ കുറിച്ച് പൊക്കി പറയുമ്പോൾ അവൾക്കാണ് മൊത്തം നാണാവും. അതിനുശേഷം സ്കൂളിൽ കഴിഞ്ഞ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനു മുമ്പ് ലിന്നെ മാളി വെച്ച് ഫോളോ ചെയ്ത് അവനാണ് ഇപ്പൊ അവൾക്ക് വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും, കാരണം ഇവൻ അവളുടെ രണ്ടാമത്തെ അച്ഛന്റെ മകനാ. അതോടെ അവളാണ് പേടിച്ച് അടുത്തേക്ക് വന്നിട്ട് എടാ നീ ഇപ്പൊ നിന്നെ ഇവിടെ കൊന്ന്, നിനക്ക് പൈസ വേണി ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടില്ലേ, എടി നീ എപ്പോഴും പൈസ തരാൻ ചുമ്മാ പറ്റിച്ചോണ്ടിരിക്കുമല്ലേ, എന്തിയടി പൈസ എന്നിന് അവൻ അവളുടെ നിന്ന് പൈസ വാങ്ങിക്കുമ്പോഴാണ് അവളാണ് ഉള്ളത് കൊടുത്തിട്ട് പോകാൻ നോക്കും. പക്ഷെ ഇവനാണ് ഇതൊന്നും പോരെന്ന് പറഞ്ഞ് അവളിട്ട് ശല്യപ്പെടുത്തും. എടി നിന്റെ അമ്മ നിന്നെ കുറെ പൈസ ഞാൻ കണ്ടായിരുന്നു, അതെല്ലാം എനിക്കെട് എന്നിന് അവന് വാങ്ങിക്കാൻ നോക്കുമ്പോഴാണ് എനിക്ക് കഴിക്കാൻ പോലും പൈസ ഇല്ലെന്ന് അവൾ അവനായിട്ട് തർക്കിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് ഒന്ന് ഷൗമിയാണ് ഇത് കണ്ട് നീ ആരാടെ എന്റെ കൂട്ടുകാരെ ശല്യപ്പെടുത്തുന്നതെന്ന് അവൻ അടിക്കാൻ വേണ്ടി അടുത്തേക്ക് ഓടിച്ചില്ലും. അപ്പോഴാണ് ഇതുകൊണ്ട് ലിന്നാണ് പേടിച്ച് ഇവളുടെ ആയിരിക്കും ഉള്ള എല്ലാ പൈസയും കൊടുത്ത് അവനെ അങ്ങ് പറഞ്ഞയക്കും. അതിനെ ശിവൾ അവന്റെ പുറകെ പോകാൻ നോക്കുമ്പോഴാണ് ലിന്നാണ് അവളെ തടയും. ഷൗമി നീ അവനെ ഫോളോ ചെയ്യണ്ട എന്നിന് അവൾ പറഞ്ഞു നോക്കിയാലും അവനെ വെറുതെ വിടല്ലെന്ന് പറഞ്ഞ് അവൾ പുറകെ പോകാൻ നോക്കും. ഇതാണ് ലിന്നാണ് ദേഷ്യത്തി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, ഷൗമി സോറി ഞാൻ നിന്നോട് ദേഷ്യപ്പെടാണ്ടായിരുന്നു, പക്ഷെ നീ ഉദ്ദേശിക്കുന്ന പോലെ അവന്ന് റൗഡിയൊന്നുമല്ല, എന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ചവനാ, അവ ചുമ്മാ ജസ്റ്റ് പ്രാങ്ക് ചെയ്തേ ഉള്ളൂ എന്നിന് ഇവള് സത്യം മറച്ചു വയ്ക്കുമ്പോഴാണ് അവളും ഓ ലിൻ സോറി ഞാൻ വിചാരിച്ച് സീരിയസ് ആയിട്ട് എല്ലാം സംഭവിച്ചായിരിക്കുന്നു, ഇനി ഇതുപോലെ ആവർത്തിക്കുവാണ് നീ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കല് എന്നിന് അവൾ ആശ്വാസപ്പെടുത്തുമ്പോഴാണ് ലിന്നാണ് അവൾ ആദ്യം പോകാൻ പറഞ്ഞിട്ട് അവൾ സ്കൂളിലേക്ക് പോകും. അപ്പോഴാണ് അവിടുത്തെ ഫ്ലെക്സിനകത്ത് രൂക്ഷിയുടെ അടുത്ത് ഷൗമി ഇരിക്കുന്നുണ്ട്. ഇവൾക്കാണ് മൊത്തത്തിൽ കലിപ്പ് വരും. അതോടെ അവളും പെട്ടെന്ന് ആരും അറിയാതെ ഒരു പേന എടുത്ത് ഷൗമിയുടെ
ഷൗമിയുടെ ഫേസ് ആണ് കുത്തിവരച്ചെങ്ങ് വെക്കും. കാരണം അവൾക്ക് ഷൗമിയോട് ഇപ്പോൾ അത്രയ്ക്ക് വെറുപ്പുണ്ട്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സ്കൂളിലേക്ക് വരുന്ന എല്ലാവരും ആ ഫ്ലെക്സ് കണ്ട് ഷോക്കായിരിക്കും. ഇത് ആരാണ് ഈ പരിപാടി കാണിച്ചത്, അവളോട് ഇത്രയ്ക്കും ക്രൂരതയോ? എന്നിട്ട് പിള്ളേരൊക്കെ നോക്കി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊന്നും അറിയാത്ത പോലെ ലിന്ന് ഷൗമി വിളിച്ചിട്ട് അവിടേക്ക് വരും. അപ്പോഴാണ് ഇതുണ്ട് രൂക്ഷ അവളെ ചെന്ന് തടയുന്നത്. ഷൗമി, നിനക്ക് ഐസ്ക്രീമാണ്, ഞാൻ വാങ്ങിച്ചു തരാം. എന്നിട്ട് അവളെ വിളിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ നിങ്ങളൊക്കെ എന്തോടെ നോക്കുന്നതെന്ന് പറഞ്ഞ് അവൾ അവനോട് ചോദിക്കും. അപ്പോഴാണ് ലിന്നാണ് ഷൗമി നിന്റെ ഫോട്ടോ ആരാണ്ട് കുത്തി അരച്ചേക്കുന്നത്, നീ ഒന്ന് നോക്കിയേ. എന്നിട്ട് അവൾ തന്നെ കാണിച്ചു കൊടുക്കും. ഇത് കണ്ട് അവന്മാരെല്ലാം കൂടെ പറയും, ഷൗമി ഇത് ജസ്റ്റ് ചുമ്മാ തമാശക്ക് കാണിച്ചൊന്നുമില്ല, നിന്നോട് അത്രയ്ക്കും ദേഷ്യം ഉണ്ടെന്നാ തോന്നുന്നത്. ഒരാളുടെ ഫേസ് ഇത്രയും ക്രൂരതായിട്ട് കുത്തി അരച്ചേക്കുന്നു, അതൊക്കെ കുറച്ച് ഓവറാ. നമുക്ക് ടീച്ചറിനോട് ചെന്ന് CCTV ചെക്ക് ചെയ്യാൻ പറഞ്ഞാലോ? എന്നിട്ട് അവരൊക്കെ സംസാരിക്കുമ്പോഴാണ് അവളും CCTV ചെക്ക് ചെയ്യണ്ട, ചുമ്മാ തമാശക്ക് ആരെങ്കിലും കാണിച്ചായിരിക്കും, അല്ലാതെ എനിക്കാരോടെ വിരോധമുള്ള. എന്നിന് ഷൗമി പറയുമ്പോഴാണ് ലിന്നും, ഷൗമി നിന്റെ കൂടെ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു പെങ്കൊച്ചില്ലായിരുന്നോ, അന്ന് നിന്നെ കളിയാക്കിയ ഒരു ഷവളായിരിക്കോ? എന്നിന് അവള് വിഷയം മാറ്റുമ്പോഴാണ് ഇത് കേട്ട് ഷൗമിയാണ്, ഓ അവളാണെങ്കിൽ കുഴപ്പമില്ല, കാരണം പണ്ട് തൊട്ട് അവൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്. ഗൈസ് നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഞാനെന്ത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നിന് എല്ലാവരും കൂടെ ക്ലാസ്സിലേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് രൂക്ഷയാണ് ഒരു പേന എടുത്ത് അവന്റെ ഫേസ് അതേപോലെ കുത്തിയരച്ച് വെക്കും. ഇത് കാണുന്ന ഷൗമിക്കാണ് സന്തോഷമാവും. അതിനുശേഷം ഇപ്പൊ ക്ലാസ് വെച്ച് ടീച്ചറാണ് ഇവരുടെ ക്ലാസ്സിനെ തൊട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നറിയും. അതുകൊണ്ട് സയൻസ് വേണം ആർട്സ് വേണമെന്ന് ഇവർ തന്നെ ചൂസ് ചെയ്യാൻ പറയും. അതോടെ ഇവർ മൊത്തത്തിൽ അങ്ങ് വിഷമത്തിലായി പോകും. അങ്ങനെ രൂക്ഷയാണ് നീ സയൻസ് ആണോ ആർട്സ് ആണോ എടുക്കാൻ പോകുന്നതെന്ന് അവളോടും ചോദിക്കുമ്പം അവൾ ഗസ് ചെയ്യാൻ വേണ്ടി പറയും. ഇതോടെ യുവാനാണ് കറക്റ്റ് ആയിട്ട് ഇവൾ ആർട്സ് എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഉടനെ ഷൗമി അത് കറക്റ്റാന്ന് പറയും. അതിനുശേഷം രൂക്ഷം ഇതൊക്കെ ചൈൽഡിഷ് പരിപാടിയാന്ന് പറഞ്ഞ് അവളായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കാണുന്ന അവർക്ക് രണ്ടുപേർക്കാണ് അത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് ലിന്നും ഇവൻ ഏത് സബ്ജക്റ്റാ ചൂസ് ചെയ്യാൻ പോകുന്നതെന്ന് രൂക്ഷയോട് ചോദിക്കുമ്പോൾ അവനാണ് ആലോചിക്കത്തുള്ളെന്ന് പറയും. അപ്പോഴാണ് ലിന്നും ഷൗമി ഏതോ ചൂസ് ചെയ്ത് ഞാൻ അതേ ചൂസ് ചെയ്തോളെന്ന് അവളുടെ കൂടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് യുവാനാണ് ഇവന് ചൂസ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ട് അവന്റെ അടുത്ത് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറയും. അതിനുശേഷം ഇവിടെ ലീയും ജിന്നും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അളിയ ലിന്ന് ഒരു പക്ഷേ സയൻസിലോട്ട് പോയാൽ പിന്നെ ഞാൻ അവളെ കുറെ മിസ് ചെയ്യും എന്ന് ഇവൻ പറയുമ്പോഴാണ് അവനും നീ മാത്രം മിസ് ചെയ്താൽ മതി, അവൾ നിന്നെ തിരിഞ്ഞോലും നോക്കത്തില്ല, എന്തിനാണ് അവളുടെ പുറകെ വെറുതെ പോകുന്നത് എന്ന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ലീയും അളിയ നിനക്ക് കാര്യം മനസ്സിലായില്ല, നമ്മുടെ ക്ലാസ് ഇത് കാരണം സെപ്പറേറ്റ് ആകാൻ പോവാ, അതിനർത്ഥം നമ്മൾ തമ്മിൽ പിരിയാനും ചാൻസ് ഉണ്ട് എന്ന് അവരുടെ അതോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവന്മാരും മറ്റേ ചെന്നെ കുറിച്ച് സംസാരിക്കുന്നത്. അളിയ ഇപ്പൊ യുവാൻ സയൻസ് എടുക്കുവാണ് ആ ചെന്നിനെ മീറ്റ് ചെയ്യേണ്ടി വരും, അവനാണ് എപ്പം നോക്കിയാലും എന്റെ കൂടെ ചലഞ്ച് ചെയ്യടാന്ന് പറഞ്ഞ് അവനോട് ശല്യപ്പെടുത്തേ ഉള്ളു എന്ന് ഇവന്മാർ അവനെ കളിയാക്കി ചിരിക്കുമ്പോഴാണ് അവനാണ് പുറകെ നിൽക്കും. എന്തോ രണ്ടുപേരും കൂടെ ഇത്രയ്ക്കും ചിരി, നിങ്ങൾ രണ്ടും എന്നെ കളിയാക്കുന്നോളാ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് ഇവന്മാരും അല്ല അല്ല ഞങ്ങളൊരു ആടിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്ന അല്ല അളിയ എന്നിന് അവന്മാർ പറയുമ്പോഴാണ് അവനും എടാ ഞാനൊന്ന് പൊട്ടനല്ല എന്നിന് ഇവന്മാരോട് തർക്കിക്കുമ്പോഴാണ് അവിടേക്ക് യുവാന്റെ കൂട്ടുകാരും വരും. ഇവന്മാര് പറഞ്ഞു എന്തോ തെറ്റ്, നിന്നെ കൊണ്ട് യുവാൻ ഒരിക്കലും പൊട്ടിക്കാൻ സാധിക്കത്തില്ല എന്നിന് അവളും വന്ന ഉടനെ ഇവന്മാരാണ് സന്തോഷത്തി ഇവള് വന്നോണ്ട് നമ്മളെ രക്ഷപ്പെട്ട്, അല്ലെങ്കിൽ ആ കാട്ടുമാക്കാൻ നമ്മളെ കൊന്നേ എന്നിന് അവന്മാർ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ ക്ലാസ്സിൽ ആ ചെന്നാണ് ദേഷ്യത്തി ഇവന്മാരുടെ ക്ലാസ്സിന് എതിരായിട്ട് തന്നെ ഒരു ചലഞ്ച് ചെയ്യും, പറ്റുമെങ്കിൽ വരാമോ എന്ന എക്സാമിന് അവരുടെ ക്ലാസ്സിനെ പൊട്ടിച്ച് കാണിക്കാൻ, എന്നാലേ ഇവർക്കൊക്കെ ബ്രെയിൻ ഉണ്ടെന്ന് അവർ സമ്മതിക്കത്തുള്ളൂ എന്ന് പറയുമ്പം ഇത് കേട്ട് ഇവെല്ലാം ദേഷ്യത്തി ഇവന്മാര് കുറച്ച് റൂഡായിട്ടാണല്ലോ സംസാരിക്കുന്നത്, അപ്പൊ നമ്മളൊക്കെ എന്തോ ബ്രെയിനില്ലാത്ത മണ്ടന്മാരാ, ഇവന്മാര് പരീക്ഷയ്ക്ക് പൊട്ടിച്ച് നമ്മൾ ആരാന്ന് കാണിക്കണം എന്നിന് അവരൊക്കെ ഡിസൈഡ് ചെയ്ത് ആ ക്ലാസ്സിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഷൗമിയെ കൊണ്ട് ലെറ്റർ എഴുതിപ്പിക്കും. അതിനുശേഷം ഇവര് മാസമായിട്ട് അവരെ ചലഞ്ച് ചെയ്യുമ്പോഴാണ് ഇവന്മാരാണ് വായിച്ചു നോക്കിയിട്ട് ഞങ്ങളുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാനൊക്കെ ധൈര്യം ഉണ്ടോ, എങ്കിൽ പിന്നെ റിസൾട്ട് വരുമ്പോ കാണാടാ എന്നിന് അവന്മാർ പറയുമ്പോഴാണ് യുവാനും ഡാടാ നീയൊക്കെ പരീക്ഷയുടെ റിസൾട്ട് എന്നിട്ട് സംസാരിച്ചാൽ മതി എന്നിന് അവർ തമ്മിൽ ചലഞ്ച് ചെയ്യുമ്പോഴാണ് അവിടേക്കാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാറും വരും. എന്തുവാണ് നിങ്ങളൊക്കെ അവിടെ ചെയ്യുന്നത്, ഇത് ക്ലാസ് സമയം നിങ്ങൾക്ക് അറിയത്തില്ല എന്നിന് സാർ അവിടെ വന്ന ഉടനെ ഇവരെല്ലാം പേടിച്ച് അവിടെ നിന്ന് ഓടാൻ നോക്കും. പക്ഷെ സാറാണ് ഇവരെ പൊക്കിയിട്ട് 2 ക്ലാസ് തമ്മിൽ ഫൈറ്റ് നടത്തുമല്ലേ, കൊള്ളാം നിങ്ങളുടെ ലെറ്ററൊക്കെ, ഇതാരാണ് എഴുതിയത് എന്നിനെ സാറ് വയ്ക്കുമ്പോഴാണ് ഷൗമിയും ഞാനാ എഴുതിയ സാറേ എന്ന് പറഞ്ഞ് കൈവെക്കും. അപ്പോഴാണ് സാർ അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇനി വന്നേ മോളെ, ഞാൻ നിനക്ക് അവാർഡ് തരാൻ പോവല്ല, അവളുടെ ഒരു സന്തോഷം, നിങ്ങൾ തമ്മിൽ ചലഞ്ച് ചെയ്യണോ ചലഞ്ച് ചെയ്തോ, പക്ഷെ ഇതേതോ നിങ്ങൾ തമ്മിൽ വലിയ വിരോധമുള്ള പോലെ, ഒരേ സ്കൂളിൽ 2 ക്ലാസ് തമ്മിൽ അടി ഉണ്ടാക്കുന്ന, നിങ്ങളൊക്കെ മറ്റേ സ്കൂളിൽ ചെന്ന് നോക്ക്, അവരൊക്കെ ഓരോ ക്ലാസ്സുമായിട്ടും ഭയങ്കര സ്നേഹത്തിലേക്കാണ് ബിഹേവ് ചെയ്യുന്നത് എന്നിന് സാറ് വഴക്ക് പറയുമ്പം രൂക്ഷി യുവാനും കൂടെ അടുത്തേക്ക് വന്ന് സാറിനോട് സോറി പറയും. സാർ ഇത് ഞങ്ങളൊരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആയിട്ട് നടത്തുക, അല്ല ഞങ്ങൾ തമ്മിൽ ഭക്ഷണം നടക്കത്തില്ല എന്നിന് യുവാൻ പറയുമ്പോഴാണ് സാറും എങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിൽ അടിയൊന്നും കൂടല്ലേ, നിങ്ങളെ ക്ലാസ്സിൽ പോയിക്കോ എന്നിന് സാർ അവരെയൊക്കെ പറഞ്ഞേക്കും. അതിനുശേഷം സാർ ആ ലെറ്റർ കണ്ടിട്ട് കൊള്ളാല്ലേ പിള്ളേരൊക്കെ, ഞാൻ പണ്ട് എങ്ങനെയാണ് ചെയ്ത അതേ പരിപാടി ഇവന്മാരും കാണിക്കുന്നത്, ഭാഗ്യത്തിന് എന്റെ ടീച്ചർ ഇത് കണ്ടില്ല എന്നിന് സാറ് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം മാത്സ് സാറും ഇവർക്ക് പരീക്ഷ നടത്താൻ വേണ്ടി വരുമ്പോഴാണ് പിള്ളേരെല്ലാം മുമ്പേ തന്നെ വെയിറ്റ് ചെയ്തിരിക്കും. സാറേ നിങ്ങൾ ക്ലാസ് 2 എപ്പോഴാണ് പരീക്ഷ നടത്താൻ പോകുന്നത്, അവർക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നിന് അവർ ചോദിക്കുമ്പോഴാണ് സാറും അവർക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറാ, ആദ്യം ആരെങ്കിലും വന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഷെയർ ചെയ്യും, പിന്നെ നിങ്ങൾ സീറ്റിനും കുറച്ച് ഡിസ്റ്റൻസ് വേണം എന്നിന് സാർ അവർക്ക് പരീക്ഷ നടത്തും.
അങ്ങനെ പരീക്ഷയ്ക്ക് ശേഷം ഷൗമിയാണ് രൂക്ഷയോട് ചോദിക്കും, എടാ നീ ലാസ്റ്റ് 2 ക്വസ്റ്റിന്റെ ആൻസർ എന്ത് ചെയ്ത്? ഞാൻ തെറ്റിച്ചെന്നാ തോന്നുന്നത്. എന്നിട്ട് അവൾ അപ്സെറ്റ് ആയിരിക്കുമ്പോഴാണ് ഇവൻ അവളെ ചിയർ ചെയ്യാൻ വേണ്ടി വെള്ളം എടുത്ത് കൊടുക്കും. അപ്പോഴാണ് അവിടേക്ക് ഒരു യുവാനാണ്, ഷൗമി നീ ഒന്ന് വിഷമിക്കണ്ട, ഈ തവണ ക്വസ്റ്റ്യൻ കുറച്ച് പാടായിരുന്നു. എന്നിട്ട് അവൻ അവളെ സമാധാനപ്പെടുത്തുമ്പോഴാണ് അവളാണിത് കേൾക്കാതെ, പക്ഷെ എന്നാലും എന്റെ മാർക്ക് കുറഞ്ഞ നമ്മൾ ആ ചലഞ്ച് തോറ്റു പോകത്തില്ല, അതുകൊണ്ട് ഇനി തൊട്ട് ഓരോ സെക്കൻഡ് ഞാൻ പഠിക്കാൻ പോവാ. എന്നിട്ട് ഇവളുടെ കോൺഫിഡന്റ് കണ്ട് അവന്മാരാണ് സന്തോഷപ്പെടും. അതിനുശേഷം അന്നേരം നൈറ്റ് ക്ലാസ്സിന് യുവാന് രൂക്ഷയും കൂടെ അവൾക്ക് പഠിക്കാൻ വേണ്ടി മാത്സ് നോട്ട് കൊടുക്കും. അപ്പോഴാണ് ഇത് കണ്ട് രൂക്ഷ്യം, ഓ യുവാൻ നീ അവൾക്ക് വേണ്ടി മാത്സ് റെഡിയാക്കിയെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ജോഗ്രഫിയും ബയോളജി ചെയ്തു കൊടുത്തേനെ. എന്നിട്ട് യുമാർ സംസാരിക്കുമ്പോഴാണ് അവളാണ് 2 നോട്ട്സ് കൊണ്ട് ഷോക്കാകും. ഓ ഈ 2 നോട്ട്സും പഠിക്കാൻ എളുപ്പമാണല്ലോ. എന്നിട്ട് അവള് വായിച്ചു നോക്കുമ്പോൾ ലിന്നാണ് അവളുടെ ഇംഗ്ലീഷ് നോട്ട് എടുത്ത് കൊടുക്കും. ഷൗമി നിനക്ക് എന്റെ ഇംഗ്ലീഷ് നോട്ട് നോക്കിയാൽ ചിലപ്പോൾ എളുപ്പമായിരിക്കും. എന്നിട്ട് അവരൊക്കെ ഓരോ നോട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് ഷൗമിയാണ് എനിക്കൊരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കാൻ വേണ്ടി വരും. പക്ഷെ യുവാനാണ് കറക്റ്റായിട്ട് ഗസ് ചെയ്യും ഇവൾക്ക് ഈ നോട്ട്സ് എല്ലായിടത്തും ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന്. അപ്പോഴാണ് അവള് സന്തോഷത്തി, അത് തന്നെ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള നോട്ട്സ് എല്ലാവരും പഠിച്ചാൽ നമുക്ക് എല്ലാവർക്കും മാർക്ക് വാങ്ങിക്കാമല്ലോ. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് ഫസ്റ്റും ചലഞ്ച് ചെയ്യിക്കും, അതിന്റെ കൂടെ തന്നെ മാർക്കും കൂട്ടാൻ പറ്റും. എന്നിട്ട് ഇവളും പറയുമ്പോൾ അവന്മാരാണ് സന്തോഷത്തി ഷൗമിക്ക് എത്ര നല്ല മനസ്സാന്ന് പറഞ്ഞ് അവന്മാർ ഇവളെ പൊക്കി പറയും. അതിനുശേഷം അടുത്ത ദിവസം ഷൗമി അതൊക്കെ പ്രിന്റ് എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോഴാണ് അവന്മാരൊക്കെ ഭയങ്കര സന്തോഷത്തി ഈ നോട്ട്സിന് താങ്ക്സ് രൂക്ഷി എന്ന് പറഞ്ഞ് ജിന്ന അവനോട് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് എല്ലാവരും നോട്ട്സ് വാങ്ങിച്ച് കോപ്പി എടുത്തത് ഷൗമിയാന്ന് പറഞ്ഞ് അവൾക്ക് താങ്ക്സ് പറയാൻ പറയും. അങ്ങനെ അതോടെ സ്റ്റുഡൻസ് എല്ലാം അവൾക്ക് താങ്ക്സ് പറയുമ്പോൾ അവളും പഠിക്കുവാണ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പഠിച്ച് വിജയിക്കാമെന്ന് പറയും. അപ്പോഴാണ് അവിടേക്ക് യുവാൻ വരുന്നത്, ഗായ്സ് ഇന്നലെ ഇത് നമ്മുടെ മാത്സ് ടെസ്റ്റ് പേപ്പറിന്റെ റിസൾട്ട് ഒന്ന് നമ്മൾ ക്ലാസ് 2നേക്കാളും പുറകിലുള്ള. എന്നിട്ട് അവനും പറഞ്ഞ ഉടനെ ഇവരെല്ലാം അങ്ങ് വിഷമിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Shiv Edits.